Next, we are going to discuss about the important contraindications of the drug. Important ആയിട്ടുള്ള contraindications ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So first of all, ജസ്റ്റ് ആ ഒരു ഡ്രഗും അതിന്റെ ഏത് കണ്ടീഷനിലാണ് കോൺട്രാഇൻഡിക്കേഷൻ ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ ഫസ്റ്റ് വൺ atropine. So atropine is used, it is contraindicated in condition of glaucoma. Glaucoma കേസിൽ ഗ്ലോക്കോമ ഉള്ള പേഷ്യൻസിൽ atropine നോർമലി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഗ്ലോക്കോമ വേഴ്സ് atropine. പിന്നെ ഗ്ലിസറൽ ട്രൈനൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വാസോ ഡൈലേഷൻ കോസ് ചെയ്യുന്നുണ്ട്. സോ ഹൈപ്പോടെൻഷൻ BP കുറയുന്ന കേസിൽ ഹൈപ്പോടെൻഷൻ കേസിൽ നമ്മൾ നോർമലി ഇത് ഗ്ലിസറൽ ട്രൈനൈട്രേറ്റ് നൈട്രേറ്റ് കാറ്റഗറിയിൽ പെട്ടുള്ള എല്ലാം തന്നെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ പ്രൊപ്രാനലോൾ ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ കണ്ടീഷൻ ഓഫ് ആസ്മ. ആസ്മയുടെ കേസിൽ പ്രൊപ്രാനലോൾ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. സോ ഫസ്റ്റ് വൺ എന്താണ്? അട്രോപ്പിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ആസ്മ ഗ്ലോക്കോമ. പിന്നെ അതുപോലെ ഗ്ലിസറൽ ട്രൈനൈട്രേറ്റ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഹൈപ്പോടെൻഷൻ. അതുപോലെ പ്രൊപ്രാനോൾ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ആസ്മ. നെക്സ്റ്റ് വൺ ഇബുപ്രോഫിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പെപ്റ്റിക് അൾസർ ഡിസീസിൽ എന്താണ് ഇബുപ്രോഫിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ അതുപോലെ പ്രഗ്നൻസിയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. വാർഫാരിൻ പ്രഗ്നൻസിയുടെ കേസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ എനലാപ്രിലും എന്താണ് ബോത്ത് ആർ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ pregnancy. Aspirin contraindicated in children with viral infections. Metformin contraindicated in renal impairment. Kidney dysfunction ഉള്ള പേഷ്യൻസിൽ മെറ്റ്ഫോർമിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ എന്താണ് ഈ വൈറൽ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ഉള്ള ചിൽഡ്രനിലും എന്താണ് ആസ്പിരിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. സോ അട്രോപ്പിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഗ്ലോക്കോമ, ഗ്ലിസറൽ ട്രൈനൈട്രേറ്റ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഹൈപ്പോടെൻഷൻ, പ്രൊപ്രാനലോൾ ഇൻ ആസ്മ, ഇബുപ്രോഫിൻ ഇൻ കേസ് ഓഫ് പെപ്റ്റിക് അൾസർ ഡിസീസ്, വാർഫാരിൻ ആൻഡ് എനലാപ്രിൽ ബോത്ത് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. പിന്നെ ആസ്പിരിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ചിൽഡ്രൻ വിത്ത് വൈറൽ ഇൻഫെക്ഷൻസ്, മെറ്റ്ഫോർമിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ റീനൽ ഇമ്പയർമെന്റ്. Next one, chloramphenicol contraindicated in pregnancy and breastfeeding. So pregnancy കേസിലും അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് കേസിലും എന്താണ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് chloramphenicol. Simvastatin, it is contraindicated in active liver disease. So liver disease ഉള്ള പേഷ്യൻസിൽ simvastatin കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ടെട്രാസൈക്ലിൻ എന്താണ്? ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ചിൽഡ്രൻ ആൻഡ് പ്രഗ്നന്റ് വിമൻ. ചിൽഡ്രനിലും അതുപോലെ പ്രഗ്നന്റ് വിമനിലും എന്ത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്? ടെട്രാസൈക്ലിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഓർത്തോണം, ടെട്രാസൈക്ലിൻ എന്തിലാണ്? ചിൽഡ്രൻസിലും pregnant womenസിലും കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ചിൽഡ്രൻ ആസ് വെൽ ആസ് പ്രഗ്നന്റ് ഫീമെയിൽസ്, പ്രഗ്നന്റ് വിമൻ. പിന്നെ അടുത്തത് അംലോഡിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഈ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗുകളെല്ലാം തന്നെ ഹൈപ്പോടെൻഷന്റെ കേസിൽ സിവിയർ ഹൈപ്പോടെൻഷൻ ഉള്ള പേഷ്യൻസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ സിൽഡനാഫിൽ ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് വിത്ത് നൈട്രേറ്റ്സ് യൂസ് ചെയ്യുന്ന കേസിൽ സിൽഡനാഫിൽ യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. Okay. Next one, clopidogrel is contraindicated in time of active bleeding. In the case of clopidogrel contraindicated. Ciprofloxacin is contraindicated in myasthenia gravis ഉള്ള പേഷ്യൻസിൽ ആ കണ്ടീഷനിൽ എന്താണ് ciprofloxacin കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഇങ്ങനെയുള്ള ഡിസീസ് വരുന്ന കേസ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്ന കേസൊക്കെ ഓർത്തിരിക്കുക. മയസ്തീനിയ ഗ്രാവിസ് കണ്ടീഷനിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് സിപ്രോഫ്ലോക്സാസിൻ. അതുപോലെ സിൽഡനാഫിൽ നൈട്രേറ്റ് കഴിക്കുന്ന കേസിലും കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ, ഹൈഡ്രോക്ലോതയസൈഡ്. അതൊരു ഡയോറിറ്റിക് ആണ്. സോ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ അന്യൂറിയ. ഹൈഡ്രോക്ലോതയസൈഡ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ അന്യൂറിയ. അതുപോലെ സ്പൈറനോലാക്ടൻ, നമ്മൾ പറഞ്ഞ സ്പൈറനോലാക്ടൻ എന്താണ്? ഒരു പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയോറിറ്റിക് ആണ്. ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഹൈപ്പർ കാലീമിയ. പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയോറിറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ഹൈപ്പർ കാലീമിയ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഹൈപ്പർ കാലീമിയ കേസിൽ സ്പൈറനോലാക്ടോൺ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്.
ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു PSC പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സ്പൈറോലാക്ടോണിന്റെ കേസും ഹൈപ്പർ കലീമിയയും തമ്മിലുള്ള ഒരു കണക്ഷൻ. പിന്നെ അടുത്തത് prednisolone, ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻ. സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻസിൽ prednisolone കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ മെത്തോട്രക്സൈഡ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. ഫെനിറ്റോയിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ സൈനസ് ബ്രാഡികാർഡിയ. സൈനസ് ബ്രാഡികാർഡിയയിൽ എന്ത് ഫെനിറ്റോയിൻ. Phenytoin is contraindicated in sinus bradycardia. Erythromycin is contraindicated in patients with prolonged QT interval. നമുക്കറിയാം ECG യിൽ ഓരോ ഇന്റർവെൽ ഉണ്ട്. സോ PQRST അതിൽ ഓരോ വേവ്സിൽ QT ഇന്റർവെല്ലിൽ പ്രൊലോങ്ഡ് QT ഇന്റർവെൽ ഉള്ള പേഷ്യൻസിൽ എറിത്രോമൈസിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഫിറോസിമൈഡ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ സിവിയർ ഹൈപ്പോകാലീമിയ. സോ ഹൈപ്പർ ഇത് രണ്ടും ഡയോറിറ്റിക്സ് ഓർക്കുക. ഇതും ഒരു ഡയോറിറ്റിക് ആണ്, അതുപോലെ ഇതും ഒരു ഡയോറിറ്റിക് ആണ്. അതിൽ സ്പൈറോലാക്ടോൺ എന്താണ്? ഇതൊരു പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയോറിറ്റിക് ആണ്. അത് ഹൈപ്പർ കലീമിയയിൽ ഇതൊരു പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയോറിറ്റിക് ആണ്. അപ്പൊ പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയോറിറ്റിക് എന്തിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്? ഹൈപ്പർ കലീമിയയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതേസമയം ഇതൊരു ലൂപ്പ് ഡയോറിറ്റിക് ആണ്. സോ ലൂപ്പ് ഡയോറിറ്റിക് എന്തിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്? ഹൈപ്പോകാലീമിയയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ്. രണ്ടും ഓർത്തിരിക്കുക. Next one, levothyroxine. Levothyroxine is contraindicated in acute myocardial infarction. Tamoxifen is contraindicated in pregnancy. അതുപോലെ fluoxetine is contraindicated with monoamino oxidase, MAVO inhibitor. അതുപോലെ മാവോ ഇൻഹിബിറ്റേഴ്സ് ആന്റി ഡിപ്രസന്റ് തന്നെ വരുന്ന ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ് ആണ് മാവോ ഇൻഹിബിറ്റർ. സോ അതെടുക്കുന്ന പേഷ്യൻസിൽ ഫ്ലൂഓക്സിറ്റിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ മെട്രോണിഡസോൾ ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഫസ്റ്റ് ട്രിമസ്റ്റർ ഓഫ് പ്രഗ്നൻസി. പിന്നെ ക്ലോറോക്വിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ റെറ്റിനൽ ഓർ വിഷ്വൽ ഫീൽഡ് ചേഞ്ചസ്. പിന്നെ അമിയോഡാരോൺ ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ സിവിയർ സൈനസ് നോഡ് ഡിസ്ഫങ്ഷൻ. സൈനസ് നോഡ് നമുക്കറിയാം ഒരു കാർഡിയോവാസ്കുലർ പാർട്ടാണ്. അപ്പൊ അവിടുത്തെ ഒരു ഡിസ്ഫങ്ഷൻ അങ്ങനെയുള്ള കേസസിൽ അമിയോഡാരോൺ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ഡയസെപ്പാം, ഇറ്റ് ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ സിവിയർ റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി. റെസ്പിറേറ്ററി റിലേറ്റഡ് കണ്ടീഷൻസിൽ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിൽ ഡയസെപ്പാം കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. സോ ഇവിടെ മെയിൻ ആയിട്ടും ഈ മാവോ ഇൻഹിബിറ്റേഴ്സിന്റെ കാര്യം നോക്കുക. ഫ്ലൂഓക്സിറ്റിൻ ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് വിത്ത് മാവോ ഇൻഹിബിറ്റേഴ്സ്. Next one, naproxen is contraindicated in active gastrointestinal bleeding. പിന്നെ അതുപോലെ ഡിജോക്സിൻ എന്താണ്? നമ്മൾ ആട്രിയൽ ഫിബ്രിലേഷൻ യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതെന്താണ്? വെൻട്രിക്കുലർ ഫിബ്രിലേഷനിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. യൂസ് ചെയ്യുന്നത് എന്തിനാ? ആട്രിയൽ ഫിബ്രിലേഷൻ. പക്ഷെ വെൻട്രിക്കുലർ ഫിബ്രിലേഷനിൽ അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ ലിസനോപ്രിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഹിസ്റ്ററി ഓഫ് ആൻജിയോ എഡിമ. ഹാലോപെരിഡോൾ ഇറ്റ് ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. പാർക്കിൻസൺസ് ഡിസീസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് എന്ത്? ഹാലോപെരിഡോൾ. പിന്നെ ലോറാസെപ്പാം ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ അക്യൂട്ട് നാരോ ആംഗിൾ ഗ്ലോക്കോമ. അക്യൂട്ട് നാരോ ആംഗിൾ ഗ്ലോക്കോമയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് ലോറാസെപ്പാം. പിന്നെ സൈക്ലോബെൻസപ്രിൻ നമ്മൾ പറഞ്ഞു മസിൽ സ്പാസത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് സൈക്ലോബെൻസപ്രിൻ. ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസത്തിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് സൈക്ലോബെൻസപ്രിൻ. ടോപ്പിറാമേറ്റ് ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ മെറ്റബോളിക് അസിഡോസിസ്. പിന്നെ ഓർത്തിരിക്കേണ്ട വേറെ കുറച്ച് പോയിന്റ് നമ്മൾ പറഞ്ഞു. എല്ലോപ്യൂരിനോൾ ഗൗട്ടിലാണ് യൂസ് ചെയ്യുന്നത്. കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ അക്യൂട്ട് ഗൗട്ട് അറ്റാക്സ്. ബട്ട് മെയിൻ ആയിട്ട് അതിന്റെ തെറാപ്യൂട്ടിക് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗൗട്ട് ആണ്. പിന്നെ അറ്റനലോൾ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ബ്രാഡികാർഡിയ. ഡോക്സിസൈക്ലിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ചിൽഡ്രൻ അണ്ടർ 8 years of old. ക്ലോണിഡിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ സിവിയർ ബ്രാഡികാർഡിയ. അപ്പൊ ക്ലോണിഡിനും അതുപോലെ അറ്റനലോളും ഒക്കെ ബ്രാഡികാർഡിയയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. വാൽപ്രോയിറ്റ് ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഹെപ്പാറ്റിക് ഡിസീസ്. അതുപോലെ പയഗ്ലിറ്റിസോൺ ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഹാർട്ട് ഫെയിലിയർ. ഗ്ലിപ്പിസൈഡ് ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. റിഫാംബിസിൻ എന്താണ്? നമ്മൾ പറഞ്ഞു
It is contraindicated in TB drug ആണ്. So it is contraindicated in jaundice. പിന്നെ loperamide is contraindicated in acute dysentery. Azithromycin is contraindicated in patients with history of cholestatic jaundice. അതിപ്പോ എന്താണ് ഒരു കോളിസ്റ്റാറ്റിക് ജോണ്ടിസിന് ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിൽ ആസിത്രോമൈസിൻ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. പിന്നെ റാനിറ്റിഡിൻ ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ പോർഫൈറിയ, ആസ്പിരിൻ കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ഹെമറേജിക് ഡിസോർഡേഴ്സ്, പിന്നെ കാർബാമെസപ്പിൻ ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ബോൺ മാരോ ഡിപ്രഷൻ. കാർബാമെസപ്പിൻ എന്തിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്? ബോൺ മാരോ ഡിപ്രഷനിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. അടുത്തത് ഓലൻസാപ്പിൻ. ഇറ്റ് ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ പേഷ്യൻസ് വിത്ത് non-hypersensitivity. പിന്നെ montelukast is contraindicated in acute asthma attacks. Qutipin is contraindicated in hypersensitivity to the drug. സെലിക്കോക്സിബ് നമുക്കറിയാം, അതൊരു NSAID ആണ്. ഇറ്റ് ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ സൾഫോണമൈഡ് അലർജി. പിന്നെ ഗ്ലിബ്യൂറൈഡ് contraindicated in type 1 diabetes. Paracetamol is contraindicated in severe hepatic impairment. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. ഹെപ്പാറ്റിക് ഇമ്പയർമെന്റ് പാരസെറ്റമോൾ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ക്ലോസപ്പിൻ കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ അൺകൺട്രോൾഡ് എപ്പിലെപ്സി. അൺകൺട്രോൾഡ് എപ്പിലെപ്സിയിൽ ക്ലോസപ്പിൻ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ബിസോപ്രലോൾ is contraindicated in cardiogenic shock. Methimazole is contraindicated in pregnancy. Next one, folic acid. Folic acid എന്താണ്? Folic acid is contraindicated in untreated cobalamin deficiency. Gabapentin is contraindicated in hypersensitivity. പിന്നെ triamterene, അതൊരു triamterene എന്തിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്? ഇറ്റ് ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ അന്യൂറിൻ. അൽഷിമേഴ്സ് കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ചില ഡ്രഗ്സ് ഉണ്ട്. Next one, sumatriptan, migraine losing the drug, contraindicated in ischemic heart disease. Duloxetine contraindicated in uncontrolled narrow ankle glaucoma. Then phentermine contraindicated in cardiovascular disease. താലിഡോമൈഡ് നമുക്കറിയാം, അത് ഓൾറെഡി മുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രഗ്നൻസി കേസിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. സൊട്ടലോൾ ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ആസ്മ. പ്രാസോസിൻ ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ സിങ്കോപ്പ്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയിൽ വരുന്ന ഒരു ഇതാണ് സിങ്കോപ്പ് ടേം, അത് പ്രാസോസിൻ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ റെറ്റിനൽ ഡിസീസ്. മീഥൈൽ ഡോപ്പ ടെർബ്യൂട്ടാലിൻ കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ഹൈപ്പർ തൈറോയിഡിസം. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ടെർബ്യൂട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസത്തിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ് ടെർബ്യൂട്ടാലിൻ. മീഥൈൽ ഡോപ്പ ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ഹെപ്പാറ്റിക് ഡിസോർഡേഴ്സ്. ജെൻഡാമൈസിൻ കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ മയസ്തീനിയ ഗ്രാവിസ്. പിന്നെ അതുപോലെ ഐസോട്രെറ്റിനോയിൻ, അതും കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. റയർ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് അങ്ങനെയുള്ള പോയിന്റ് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള കോൺട്രാൻഡിക്കേഷൻസ് ഓർത്തിരിക്കുക. ബാക്കി പ്രഗ്നൻസി അതുപോലെ കുട്ടികളിൽ കോൺട്രാൻഡിക്കേഷൻ അത് ആക്ച്വലി നോർമൽ പോയിന്റ്സ് ആണ്, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക അതൊക്കെ. നെക്സ്റ്റ് വൺ, പ്രൊപ്പൈൽ തയോയുറാസിൽ. പ്രൊപ്പൈൽ തയോയുറാസിൽ ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ബ്രസ്റ്റ് ഫീഡിംഗ്. അതുപോലെ ഡൈസൾഫ്രാം കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ സിവിയർ മയോകാർഡിയൽ ഇൻഫെക്ഷൻ, myocardial disease. Then nitrofurantoin, it is contraindicated in renal impairment. Prochlorperazine contraindicated in pediatric surgery. Amantadine contraindicated in untreated ankle closure glaucoma. Nifedipine contraindicated in cardiogenic shock. Next one, risperidone. Risperidone is contraindicated in dementia related psychosis. അതുപോലെ സിംവാസ്റ്റാറ്റിൻ ആണ്. ആക്റ്റീവ് ലിവർ ഡിസീസ് ഉള്ളവരിൽ അത് കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ആൽപിപ്രസോൾ കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ഡിമെൻഷ്യ റിലേറ്റഡ് സൈക്കോസിസ്. മെലോക്സിക്യാം കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിംഗ്. പൈറോക്സിക്യാം NSAID ഡ്രഗ് ആണ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിംഗ് ഉള്ള മിക്കവാറും എല്ലാ പേഷ്യൻസിലും NSAIDs കോൺട്രാൻഡിക്കേറ്റഡ് ആയിരിക്കും, അത് ഓർത്തിരിക്കുക. പിന്നെ അക്കാർബോസ്
അതെന്താണ്? കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. അക്കാർബോസ് ഡയബറ്റിസ് മെൽറ്റസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. Acarbose is contraindicated in inflammatory bowel disease. പിന്നെ നെക്സ്റ്റ് വൺ ethambutol. It is contraindicated in optic neuritis. ethambutol ഒരു ആന്റി ടി ബി ഡ്രഗ് ആണ്. contraindicated in optic neuritis. pravastatin contraindicated in active liver disease. പിന്നെ lamivudine ഒരു ആന്റി വൈറൽ ഡ്രഗ് ആണ്. ഇറ്റ് ഈസ് contraindicated in hypersensitivity. പിന്നെ eplerenone contraindicated in hyperkalemia. സോ eplerenone എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് eplerenone contraindicated in hyperkalemia. പിന്നെ hydrochlorothiazide contraindicated in anuria. metoclopramide contraindicated in pheochromocytoma. ondansetron contraindicated in congenital long QT syndrome. പിന്നെ pentoxifylline contraindicated in recent cerebral hemorrhage. പിന്നെ നെക്സ്റ്റ് വൺ indomethacin. indomethacin contraindicated history of proctitis. cephalosporin ഡെറിവേറ്റീവ് ആണ്, കുഴപ്പമില്ല, നോക്കട്ട. പിന്നെ dexamethasone contraindicated in systemic fungal infections. chlorpromazine contraindicated in severe depression. sulfasalazine അതൊരു സൾഫോണൈൽ യൂറിയ ആണ്. ഇറ്റ് ഈസ് contraindicated in intestinal or urinary dysfunction. സൾഫാസാലാസിൻ എന്ന് പറയുന്നത് സൾഫോണൈൽ യൂറിയ കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ്, ഒരു ആന്റിബയോട്ടിക് ആണ് സൾഫാസാലാസിൻ. അത് എന്താണ്? ഇന്റസ്റ്റൈനൽ ഓർ യൂറിനറി ഒബ്സ്ട്രക്ഷന്റെ കേസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ടാക്രോലിമസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഫെന്റാനിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ സിവിയർ റെസ്പിറേറ്ററി ഡിപ്രഷൻ. സോ ഈ ഫെന്റാനിൽ, മോർഫിൻ പോലുള്ള സാധനങ്ങളൊക്കെ എന്താണ്? റെസ്പിറേറ്ററി ഡിപ്രഷൻ കോസോ റെസ്പിറേറ്ററി ഡിപ്രഷൻ അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതിന്റെ ഒരു സൈഡ് എഫക്ട് തന്നെയാണ് എന്താ? ഈ റെസ്പിറേറ്ററി ഡിപ്രഷൻ. സോ അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് ആ കണ്ടീഷനിൽ. ഓക്സ് കാർബസിപ്പിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. മിഡസോളാം കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ അക്യൂട്ട് നാരോ ആങ്കിൾ ഗ്ലൂക്കോമ. സോ നമ്മൾ ഇത്ര നേരം നോക്കിയത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രാഇൻഡിക്കേഷൻസ് ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈപ്പർ കലീമിയ, ഹൈപ്പോകലീമിയ അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ മാത്രമാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. ബാക്കി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.